ഗുഡ് മോർണിംഗ്. ഇതാണ് നെക്സ്റ്റ് ഡേ മോർണിംഗിലെ നമ്മുടെ വ്യൂ. ഞാനൊരു കാപ്പിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പുറത്തെ കാഴ്ചകൾ ഇതാണ്. ആടുകൾ മേയാനായിട്ട് വിട്ടിട്ടുണ്ട്. അതിൻ്റെ ഫാർമർ വന്ന് ആടുകൾക്ക് വേണ്ട ഫുഡൊക്കെ കൊടുക്കുന്ന കാഴ്ചയാണ് രാവിലെ. രാത്രിത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ ഒരല്പം ലേറ്റായി എല്ലാവരും കിടക്കുവാണ്. ഉറക്കത്തിലാണ് എല്ലാവരും. സോ എനിവേ ഇന്നത്തെ ദിവസത്തെ പരിപാടികളാണ്. ഇപ്പോൾ രാവിലെ ഒന്നുമില്ല, പ്രത്യേകിച്ച് എഴുന്നേറ്റ് നമ്മളൊന്ന് റിലാക്സ് ചെയ്യാണ്. ഇപ്പോൾ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങളിപ്പോൾ ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയേ. നമ്മളെല്ലാവരും കൂടെ ഒന്ന് നമ്മളെല്ലാം കൂടെ ഒന്ന് നടക്കാൻ ഇറങ്ങുവാണ്. ഇവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് പുറത്ത് വന്ന് നമ്മുടെ ആട്ടിൻ പറ്റങ്ങളെയൊക്കെ ഒന്ന് നോക്കി അതിന്റെ ഭാഷകൾ സംസാരിക്കുമ്പോൾ നന്നായിട്ട് ആടിന്റെ ഭാഷ സംസാരിക്കടാ ചെയ്യടാ. ആര്? വെരി ഗുഡ്. അങ്ങോട്ട് നടന്നാൽ മതി, വെള്ളം കാണാൻ പറ്റും. അതിനകത്തൊരു ചെറിയ ബൾബ് ഉണ്ടായിരുന്നു, ഇങ്ങോട്ട് നടക്കാം. അങ്ങോട്ടാ വെള്ളച്ചാട്ടം ഉണ്ടോ അവിടെ? എടുത്തു വായോ. ആരെയാ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്? എന്താ? ഓ ബാറ്റ് അല്ലേ? ഓ നിന്റെ ക്യൂട്ട്നെസ് അല്ലേ കാണിക്ക്. എല്ലാവരുടെയും ക്യൂട്ട്നെസ്. ശ്രുതിയും ക്യൂട്ട്നെസ് കാണിക്കും. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നിങ്ങളുടെ ക്യൂട്ട്നെസ് കാണിക്കും. കാണിക്ക്. വാ. സുജിയുടെ അറിയില്ലേ? സുജി വീട്ടിൽ വിളിച്ച് പിള്ളേരുടെ അടുത്തൊക്കെ ചോദിക്കുക, നിങ്ങൾ സംസാരിക്കുന്ന കുറച്ച് ഇതൊക്കെ പറഞ്ഞു തരാൻ വല്ല സ്ലാങ്സ്. ഓ അതൊരു അപ്ഡേറ്റ് അവിടെ. ഇല്ലെങ്കിൽ തള്ളവൈഭാഗം. അവിടെ പോവാൻ വാ. ഇതറിയില്ല എന്താണ് സാധനം. ഇവിടെ ഫാമിന്റെ വല്ലതും പാർട്ടായിരിക്കും, അല്ലെങ്കിൽ ഇതിന്റെ ആൾക്കാർ താമസിക്കുന്ന സ്ഥലമായിരിക്കാം. ഓ അപ്പുറത്തുനിന്ന് എൻട്രൻസ് ഉണ്ട് കേട്ടോ. ഓ ഓക്കെ. അല്ലല്ല അത് വീട് അപ്പുറത്തുനിന്ന് എൻട്രൻസ് ഉണ്ട്. ഏത്? ആ ടിപ്പിക്കൽ മലയാളി. തുറക്കരുതെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ചുമ്മാ ഇരിക്കടാ. ഇതാടാ ആടുകളൊക്കെ ഉള്ള സ്ഥലമാടാ. ആട് ഇങ്ങോട്ട് വരില്ല. ആടിനോട് വരാൻ ചെറിയൊരു വഴിയുണ്ട്. മൃഗങ്ങളൊക്കെ ചാടി ഓടും. ചുമ്മാ വെറുതെ അതിന്റെ ആടിന്റെ പുറകെ കിടന്ന് ഓടേണ്ടി വരും. ബിൽഡിങ്ങിന്റെ സ്ട്രക്ചറിന് പകരം അതിന്റെ അവിടെയാണ് ഇവിടെയുള്ള പ്രേതങ്ങളൊക്കെ താമസിക്കുന്ന സ്ഥലം. ഇതെന്താ ഇത്? ഹോളിവുഡ് സിനിമകളിലെ നടന്മാരുടെ അടുത്ത് പറയും ഒരിടത്തും പോകരുത്, ഈ സ്ഥലങ്ങളിൽ കയറരുത്. പക്ഷെ അവരവിടെ തന്നെ പോവും. കെയർ ചെയ്യരുതെന്ന് പറയുന്നത് തന്നെ ചെയ്യും. എന്തിനാടാ പോടെ? എന്തുവാ ഇതിലെല്ലാം നോക്കി കാറിന്റെ അവസ്ഥ. ഇത് മറ്റേ ഈ സിട്രോയിൻ പോലത്തെ ഇതാ കാണിക്കുന്നത്.
ആ അത് തന്നെയാണോ? ആ അത് തന്നെ കൊടുക്കുന്ന ഈ സ്ഥലത്തിന് എന്താ വിള? ഏത് പഞ്ഞി പഞ്ഞി എന്താ മോനെ, പ്രേതങ്ങൾക്ക് താമസിക്കാൻ പറ്റിയ വീട്. കാറുകളുടെ ശവപ്പുറമ്പാണോ? മരിക്കാറായ കാറുകളെ കൊണ്ട് കിടത്തുന്ന സ്ഥലമാണ് എന്തോന്ന്. എന്തോ എടുത്തു എന്താ വിശ്വാസങ്ങളല്ലേ. ഒമാനിൽ ആദ്യമായിട്ട് കരിമൂർക്കനെ കണ്ടുപിടിച്ചായിരുന്നു. അതുപോലെ ഇവിടെ വല്ല പാമ്പിനെയും കണ്ടുപിടിക്കാൻ. അതും ശരിയാണ്. വല്ല കിട്ടിയാലോ വല്ല ഡ്രഗ് ഡീലേഴ്സും കൊണ്ട് വെച്ചിട്ടുള്ളത്. എങ്കി ഇപ്പൊ നമ്മള് ചെക്കൗട്ട് ചെയ്ത ഒരൊറ്റ വിടല. അതെ ബ്യൂട്ടി. ഇതെന്തുവാ? ഭയപ്പെടുത്തുന്ന ഒരുതരം സൗന്ദര്യമാണ് ഈ സ്ഥലത്തിനുള്ളത്. അതിമനോഹരമായ ലാൻഡ്സ്കേപ്പ്, വളരെ വിഷ്വലി സ്റ്റണ്ണിങ് ആയിട്ടുള്ളൊരു സ്ഥലം. അവിടെ തന്നെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഇഷ്ടം പോലെ കാറുകൾ, അതിൻ്റെ സമാധികൾ, പിന്നെ ഭാർഗവി നിലയം പോലുള്ളൊരു വീട്. അതിനോടൊപ്പം തന്നെ ആ ഭയം ഒന്നുകൂടെ കൂട്ടാനായിട്ട് മരിച്ചുപോയ മൃഗങ്ങളുടെ അസ്ഥികൂടങ്ങളും ഒരുപാട് ഞങ്ങൾ ആ സ്ഥലത്ത് കണ്ടെത്തി. ഈ കാണുന്ന മൃഗങ്ങളുടെ ശരീരാവശിഷ്ടങ്ങൾ ഞങ്ങളെ തെല്ലൊന്നും ഭയപ്പെടുത്താതിരുന്നില്ല. ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് എന്തായിരിക്കാം സംഭവിച്ചത്? എന്തുകൊണ്ടായിരിക്കാം ഇത്രയും വലിയൊരു വീട് ഇവിടെ ഇങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കാണപ്പെടുന്നത്? ഇതെല്ലാം ആലോചിച്ച് ഞങ്ങൾ അവിടെ കുറച്ചു നേരം കറങ്ങി നടന്നു. അതിനെല്ലാം ശേഷം ഞങ്ങൾ എല്ലാവരും കൂടെ അയർലൻഡിന്റെ മനോഹരമായ ഒരു ക്ലിഫായ ഡൗൺ പാട്രിക് ഹെഡിലേക്ക് പോയി. ഏകദേശം 50 മീറ്ററോളം ഉയരമുള്ള ഒരു ക്ലിഫാണ് ഡൗൺ പാട്രിക് ഹെഡ്. അവിടെ നിന്ന് താഴോട്ടുള്ള കാഴ്ച അതിമനോഹരമാണ്. അതിനോടൊപ്പം തന്നെ അത്യന്തം അപകടകരവുമാണ്. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് മെയിൻലാൻഡുമായിട്ട് വിട്ടുനിൽക്കുന്ന ഒരു ചെറിയൊരു മെയിൻലാൻഡിൻ്റെ ഒരു കഷ്ണം എന്ന് പറയാവുന്ന ഡൺ ബിർസ്റ്റേ ആണ്. 14-ാം നൂറ്റാണ്ട് വരെ മെയിൻലാൻഡുമായിട്ട് കണക്റ്റഡ് ആയിരുന്ന ഈ ഭാഗം അന്നുണ്ടായ ഒരു കൊടുങ്കാറ്റിൽ മെയിൻലാൻഡുമായിട്ടുള്ള കണക്ഷൻ വിട്ടുപോവുകയായിരുന്നു. ഇന്നത്തെ ദിവസം ഞങ്ങൾ അധികം യാത്ര ചെയ്യേണ്ട എന്ന് തീരുമാനിച്ചു. അതിനുശേഷം ഡൗൺ പാട്രിക് ഹെഡിലെ വിസിറ്റ് മതിയാക്കി ഞങ്ങൾ തിരിച്ചു വന്ന് എല്ലാവരും കൂടെ ഒരുമിച്ച് നല്ല അടിപൊളി ബിരിയാണി കുക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. ഒരുമിച്ച് കുക്ക് ചെയ്ത് കഴിക്കുന്ന ബിരിയാണിയുടെ ഒരു ടേസ്റ്റ്, അത് ചെയ്തിട്ടുള്ളവർക്ക്, അനുഭവിച്ചിട്ടുള്ളവർക്ക്, പ്രത്യേകിച്ച് നമ്മളൊരു യാത്ര പോയിട്ട് ആ സ്ഥലത്ത് വെച്ച് കഴിക്കുക എന്ന് പറഞ്ഞാൽ, അവിടെ വെച്ച് കുക്ക് ചെയ്ത് കഴിക്കുക എന്ന് പറഞ്ഞാൽ, അത് ചെയ്തിട്ടുള്ള ആളുകൾക്കറിയാം അതിൻ്റെ ഒരു സ്വാദെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള നല്ല അടിപൊളി ബിരിയാണി ഞങ്ങൾ ഉണ്ടാക്കി ഞങ്ങളെല്ലാവരും കൂടെ അവിടെ ഇരുന്ന് നല്ല ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് കഴിച്ചു. അടുത്ത ദിവസത്തെ ഞങ്ങളുടെ യാത്ര അധികം ആരും കേട്ടിട്ടില്ലാത്ത റിൻഡ്രോ എന്ന് പറയുന്ന ഒരു ബീച്ചിലേക്കായിരുന്നു. ഇവിടെ ഇതിൻ്റെ വന്നാളുള്ളൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം ആളുകളൊന്നുമില്ല, വളരെ ക്വയറ്റായിട്ടും കാമായിട്ടുള്ളൊരു ബീച്ചാണ്. വളരെ ചെറിയ ചെറിയ ക്ലിഫുകളുണ്ട്. എന്നാൽ അതിലെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ കടലിനോട് ചേർന്ന് തന്നെ ഒരുപാട് ഗുഹകളുണ്ടാവും. ഈ വേലിയേറ്റം ഉണ്ടാകുന്ന സമയത്ത് ഈ ഗുഹയിലോട്ടുള്ള ആക്സസ് നമുക്ക് ഉണ്ടാവില്ല, പക്ഷെ വേലി ഇറങ്ങുന്ന സമയത്ത് കടലിൻ്റെ ഈ ഗുഹയിലോട്ട് നമുക്ക് കയറാൻ പറ്റും. സോ ഞങ്ങൾ അവിടെ പോയി അതൊക്കെ ഒന്ന് കണ്ട് ആസ്വദിക്കുന്നുണ്ടായിരുന്നു.
ഇത് ഭയങ്കര യുണീക്കും ഡിഫറെന്റും ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യാണ് ഇങ്ങോട്ട് വരാം. റിൻഡ്രോ ബീച്ച് എന്ന പേര്. റിൻഡ്രോ നമ്മുടെ മയയിലുള്ള ഒരു സ്ഥലമാണ്. അടിപൊളി ബീച്ച് എന്ന് പറഞ്ഞാൽ അടിപൊളി ബീച്ച്. നമുക്ക് ആരുടെയും ശല്യമില്ല, ഒറ്റ മനുഷ്യരില്ല, നമ്മൾ മാത്രം, ഒട്ടും ടൂറിസ്റ്റ് ഇല്ലാത്തൊരു സ്ഥലം. ഇതേ ബീച്ചിന്റെ തന്നെ എതിർവശത്തായിട്ട് ഒരു മനോഹരമായ ഒരു ക്ലിഫ് കൂടെയുണ്ട്. ഈ ക്ലിഫ് കൂടെ കണ്ടാൽ മാത്രമേ റിൻഡ്രോ ബീച്ചിലോട്ടുള്ള യാത്ര പൂർണ്ണമാകത്തുള്ളൂ. റിൻഡ്രോ ബീച്ച് പോലെ തന്നെ അധികം ആൾതാമസമില്ലാത്ത വളരെ ക്വയറ്റ് ആയിട്ടുള്ള എന്നാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്ലിഫുകളാണ് ഇവിടെ ഉള്ളത്. നമ്മൾ നേരത്തെ കണ്ട ഡൗൺ പാട്രിക് ഹെഡ് പോലെയൊക്കെ തന്നെയുള്ള ക്ലിഫുകളാണ് ഇതൊക്കെ. എന്ത് പിണക്ക അവൾക്ക് അവളുടെ ആ ഒരു ഡോമിനേഷൻ ഉണ്ടല്ലോ എന്റെ മേലുള്ള, അത് നഷ്ടമാകുമ്പോഴാണ് അവൾ അങ്ങനെ കാണിക്കുന്നത്. എന്നിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വന്നിട്ട് പറയും നീ കേൾക്കൂലടാ. അടിയായിരിക്കല്ലേ. ഈ ട്രിപ്പില് ഞങ്ങളുടെ സൈറ്റ് സീയിങ്ങിലെ അവസാനത്തെ സ്ഥലമായിരുന്നു അക്കിൽ ഐലൻഡ് എന്ന് പറയുന്ന മനോഹരമായ ദ്വീപ്. ആ ദ്വീപിന്റെ ബീച്ചുകൾ എന്ന് പറഞ്ഞാൽ വേൾഡ് ഫേമസ് ആണ്. നമ്മുടെ വേൾഡിൽ തന്നെ വളരെ ഫേമസ് ആയിട്ട് അറിയപ്പെടുന്ന ഐലൻഡിലെ ടോപ്പ് ബീച്ചുകളിൽ ഒന്നാണ് അക്കിൽ ഐലൻഡ്. ബീച്ചിന്റെ തീരത്ത് കുറച്ചു നേരം കാറ്റൊക്കെ കൊണ്ട് അതിന്റെ തിരകളിൽ കുറച്ചു നേരം കാലൊക്കെ നനച്ച് അതിനോടൊപ്പം തന്നെ അവിടെ നടക്കുന്ന പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് ഒക്കെ കണ്ട് ഞങ്ങൾ മൈൻഡൊക്കെ ഒന്ന് റിഫ്രഷ് ആക്കി റിലാക്സ്ഡ് ആയിട്ടാണ് ഇവിടെ നിന്ന് പോയത്. The trip to Mayo wasn't just about sightseeing. നമുക്ക് വർഷങ്ങളെ പരിചയമുള്ള നമ്മുടെ ആത്മാർത്ഥ സുഹൃത്തായ അനൂപ് ഡാൻ കൂടെ താമസിക്കുന്ന സ്ഥലമാണ് മയോ. ഒരുപാട് മലയാളി കമ്മ്യൂണിറ്റികളുള്ള ഒരു സ്ഥലം. അപ്പോൾ അവിടെ വന്നിട്ട് നമുക്ക് അങ്ങനെയുള്ള ഇവിടെയുള്ള മലയാളി കമ്മ്യൂണിറ്റീസിനെ കൂടെ കാണാതെ പോകുക എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമല്ലേ. ഇന്ന് അനൂപ് ബ്രോയുടെ മോൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഇന്ന് മയോയിലുള്ള ഏകദേശം മലയാളികളെല്ലാം ഇന്ന് ഈ പാർട്ടിക്ക് വരുന്നുണ്ടാവും. ദൂരെ നിന്ന് ഞാനും നമ്മുടെ എല്ലാം പ്രിയങ്കരനായ വിനേഷ് വ്ളോഗറുമാണ് ഈ പാർട്ടിക്കായി വന്നിരിക്കുന്നത്. സോ ഇപ്പോൾ പുള്ളിക്കാരൻ്റെ വീട്ടിലാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. പാർട്ടി ഇവിടെ അല്ല. സോ അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഇന്ന് പാർട്ടി നടക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ പോവുകയാണ്. കുറച്ച് നേരത്തെ കാർ ഓട്ടിപ്പിന് ശേഷം ഞങ്ങൾ പാർട്ടി നടക്കുന്ന സ്ഥലത്തെത്തി. ബാക്ക്ഗ്രൗണ്ടിൽ നല്ല അടിപൊളി മലയാളം പാട്ടുകളൊക്കെ ഇങ്ങനെ പ്ലേ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ഒച്ചകളൊന്നും നമുക്ക് കേൾപ്പിക്കാനായിട്ട് സാധിക്കില്ല, കാരണം കോപ്പിറൈറ്റ് കിട്ടും. വിനേഷ് വ്ളോഗറും വൈഫും മോളും എല്ലാവരും എത്തിയിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ പാർട്ടി തകൃതിയായിട്ട് തുടങ്ങി. യൂറോപ്പിന്റെ ഏറ്റവും മൂലയിൽ കിടക്കുന്ന ഒരു കുഞ്ഞു രാജ്യമാണ് അയർലൻഡ്. അതിന്റെ ഏറ്റവും മൂലയിലുള്ള ഒരു കുഞ്ഞു കൗണ്ടിയാണ് മയോ. ആ മയോയിൽ പോലും ഇത്രയും മലയാളികളെ കണ്ടെത്തുക, ഒരു ഹോൾ നിറയെ മലയാളികളെ കണ്ടെത്താൻ നമുക്ക് സാധിക്കുന്നു എന്ന് പറയുന്നത്, അത് ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് നമ്മളവിടെ നിലനിൽക്കുന്നു എന്ന് പറയുന്നത് തന്നെ എന്നെ അത്ഭുതപ്പെടുത്തുകയും സന്തോഷപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്. മലയാളികളുടെ ഇങ്ങനെയുള്ള പ്രോഗ്രാമുകളിലൊക്കെ പോകാനായിട്ട് എന്നെ ഏറ്റവും കൂടുതൽ ഉത്സാഹപ്പെടുത്തുന്നത് ആളുകളെ കണ്ട് സംസാരിക്കുന്നതിനേക്കാൾ ഉപരി നല്ല അടിപൊളി ഫുഡ് കഴിക്കാമെന്നുള്ളതാണ്. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ അങ്ങോട്ട് പരിപാടിയുടെ കലാശക്കൊട്ടിലേക്ക് പ്രവേശിച്ചു. നമ്മൾ ആട്ടവും പാട്ടവും നമ്മുടെ മലയാളം പാട്ടുകളൊക്കെ ഒന്നും ഇല്ലാതെ നമുക്ക് എന്താഘോഷം. സോ ഡാൻസ് നമ്മൾ അങ്ങ് പയ്യെ തുടങ്ങി. നല്ല അടിപൊളി ഫുഡ്, നല്ല വൈബുള്ള ഫ്രണ്ട്സ്, പിന്നെ ഒരിക്കലും തീരാത്ത ആഘോഷം. ഇതിൽ കൂടുതൽ എന്താണ് ഒരു മലയാളി എന്നുള്ള നിലയിൽ നമുക്ക് വേണ്ടത്? സോ എവ്രി വൺ ഹാഡ് എ ഗ്രേറ്റ് ടൈം. പെണ്ണുങ്ങളും കുട്ടികളും നമ്മളെല്ലാവരും നല്ലപോലെ അടിച്ചു പൊളിച്ച് നല്ല അടിപൊളി പാട്ടൊക്കെ പാടി ഡാൻസ് കളിച്ച് അവിടെ എൻജോയ് ചെയ്ത് ആ ഒരു ഈവനിങ് നമുക്കൊരിക്കലും മറക്കാൻ പറ്റാത്തൊരു ഈവനിങ് ആയിട്ട് എൻജോയ് ചെയ്തു. ഓവറോൾ ഞങ്ങളുടെ മയോ ട്രിപ്പ് ഞങ്ങൾക്ക് വളരെ മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ഇവന്റ് ആയിട്ട് മാറുകയായിരുന്നു. നിങ്ങളെല്ലാവരും അയർലൻഡിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അയർലൻഡിലേക്ക് ഇനി വരാൻ പോകുന്ന ആളുകളാണെങ്കിലും, ഇപ്പോൾ വേണമെങ്കിലും ഒരു തവണയെങ്കിലും നിങ്ങളൊന്ന് മയോയിലേക്ക് വന്നിരിക്കണം. മയോ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ്. നിങ്ങൾക്ക് ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസുകൾ നമ്മൾ അയർലൻഡിൽ കേൾക്കുന്നുണ്ടെങ്കിലും മയോയുടെ പേര് നമുക്ക് വളരെ കുറച്ചേ കേൾക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ വളരെ അണ്ടർ റേറ്റഡ് ആയിട്ട് എനിക്ക് തോന്നിയ ഒരു പ്ലേസാണ് മയോ. സോ എ ട്രിപ്പ് ടു മയോ ഈസ് വെൽ വർത്ത് ഇറ്റ്.